കഴിഞ്ഞ ദിവസങ്ങളിലും പിന്നിട്ട മണിക്കൂറുകളിലുമൊക്കെ കാര്യമായ ആക്രമണം ഈ സംയുക്ത സേന ഇറാനിൽ നടത്തിയെന്ന വിവരങ്ങൾ കൂടി വരുന്നു. ഇറാന്റെ ഏതൊക്കെ മേഖലകളിൽ ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഒപ്പം ഇറാന്റെ ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിന്റെ അപ്ഡേറ്റ് കൂടി സുഹൈൽ. രണ്ട് ഭാഗത്തു നിന്നും ഈ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയും സംയുക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു. അത് തെഹ്റാനിലുണ്ട്, ഇസ്ഫഹാനിലുണ്ട്, ഖും എന്ന ആത്മീയ നഗരത്തിലുണ്ട്. ഇവിടങ്ങളിലെല്ലാമുള്ള മിസൈൽ ബേസുകൾ തകർക്കുന്നു എന്നാണ് പുറമേക്ക് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ മിസൈലുകളെ അവരുടെ കേന്ദ്രത്തിൽ തന്നെ നശിപ്പിച്ചാൽ അത്രയും സാമ്പത്തികമായ ലാഭമാണ്, അതോടൊപ്പം പ്രതിരോധ ചെലവുകൾ കുറക്കാം, അവരുടെ ശേഷി കുറക്കാം. ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രധാനപ്പെട്ട ഒരു യുദ്ധലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ആ മിസൈൽ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഭൂഗർഭ മിസൈൽ സിറ്റികൾക്കടിയിലാണ്, കുറേയേറെ താഴെയാണ്. അത് തകർക്കാനും കണ്ടെത്താനും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടേറിയതുമാണ്. പക്ഷേ ഈ മിസൈൽ സിറ്റികൾ തകർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളുടെ മുകളിലാണ് കൂടുതൽ ബോംബുകളും അതേപോലെ തന്നെ മിസൈലുകളും എല്ലാം ഈ അമേരിക്ക ഉപയോഗിക്കുന്നത് എന്നുള്ള ആശങ്ക ശക്തമാണ്. കാരണം ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം തന്നെ കുട്ടികളുടെ സ്കൂളുകൾക്ക് മേൽ ആക്രമിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഈ മിലിറ്ററി ബേസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞത് അവർ 20ഓളം യുദ്ധക്കപ്പലുകളെ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കടലും വളരെയേറെ കാലുഷ്യത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് IDF അറിയിച്ചത് ഇറാനിൽ നിന്നുള്ള വലിയൊരു മിസൈൽ ശേഖരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, വിട്ടുകഴിഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് ഇസ്രായേലിലെത്തുക. അപ്പോഴേക്കും സൈറനുകൾ മുഴങ്ങുകയും കുറേയേറെ ആളുകളെ ബങ്കറുകളിലേക്ക് മാറ്റാനും ഒക്കെ കഴിയും. പക്ഷേ ഇസ്രായേലിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിട്ടുള്ളത് ഷഹീദ് എന്ന് പറയുന്ന ഒരു ഡ്രോണിൻ്റെ കാര്യത്തിലാണ്. ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്കക്കും ഇസ്രായേലും സാധിക്കുന്നില്ല എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുകയാണ്. അത് താഴ്ന്നു പറക്കുന്ന കാര്യമാണ്. റഡാർ കണ്ണുകളിൽ പെടാതെ ഡ്രോണുകൾക്ക് ആക്രമണം നടത്താൻ കഴിയുന്നു. പല രാജ്യങ്ങളിലും ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള US ബേസുകൾക്ക് നേരെയും ഇസ്രായേലിലുള്ള അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയും വ്യാപാര സമുച്ചയങ്ങൾക്ക് നേരെയും ഒക്കെയുള്ള ആക്രമണങ്ങൾ ഇറാൻ കടുപ്പിക്കുന്നത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മിസൈലുകളെ പ്രതിരോധിക്കാനും മിസൈലുകളെ കാണാനുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും ഈ ഡ്രോണുകൾ വളരെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ അത് ഈ റഡാറിൻ്റെ കണ്ണിൽ പോലും പെടാതെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഈ യുദ്ധം ഒരാഴ്ച പിന്നിട്ടുന്ന ഈ ഘട്ടത്തിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കുറവ് വരുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നില്ല. പല ഇടങ്ങളിലേക്ക് അത് വികസിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും ഒരാഴ്ച പിന്നിടുകയാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തുടരുന്ന ആക്രമണം ഇന്നിപ്പോൾ 8ാം നാളിലേക്ക് കടക്കുന്നു. അപ്പോഴും യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഒരു സൂചനയും എവിടെ നിന്നും കേൾക്കാനില്ല. അല്ലെങ്കിൽ ഒരു സംയമനത്തിൻ്റെയോ സമവായത്തിൻ്റെയോ അനുനയത്തിൻ്റെയോ ഒരു ശ്രമങ്ങളും ഒരു ദിക്കിൽ നിന്നും ഒരു ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ്. അതേസമയം വലിയ തിരിച്ചടി US-നും ഇസ്രായേലിനും ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നു. അതേസമയം ഇറാനിലെ ആൾനാശത്തിനപ്പുറത്തേക്കുള്ള നാശനഷ്ടങ്ങളുടെ തോത് കൂടുകയും ചെയ്യുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് BK സുഹൈൽ നൽകിയത്. ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നിട്ട മണിക്കൂറുകളിൽ തുടർന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ സൗദി ഉൾപ്പെടെ ഖത്തർ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നിട്ട മണിക്കൂറുകളിലൊക്കെ ഇറാന്റെ മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഒക്കെ വിജയകരമായി പ്രതിരോധിച്ചിട്ടുണ്ട്. വലിയ സ്ഫോടന ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും പിന്നിട്ട രാത്രികളിലുമൊക്കെ സൗദിയിലുമൊക്കെ കേൾക്കാൻ കഴിഞ്ഞുവെന്ന് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുകയും ചെയ്യുന്നു.